ഈ വണ്ടിക്കും വന്നില്ലല്ലേ? വന്നെങ്കിൽ എനിക്ക് കണ്ടൂടെ? തന്റെ മുഖത്തെന്താ കണ്ണില്ലേ? ഓരോ സ്ഥലത്ത് ഓരോന്ന് കേൾക്കുമ്പോ പേടിയാകുക. ചിലയിടത്തൊക്കെ തീവണ്ടി കൂട്ടിമുട്ടിന്നോ മറിഞ്ഞുന്നോ പാളം തെറ്റിന്നോ എന്തൊക്കെയാ കേക്കണേ. ഇങ്ങനെ ഓരോ ദിവസവും വരാണ്ടാവുമ്പോ എങ്ങനെ വ്യസനിക്കാതിരിക്കുക? വടകാത്തൂട്ടി, ഇനിയിപ്പോ നാളത്തെ വണ്ടിക്ക് നോക്കാനല്ലേ? നാളെയും വന്നില്ലെങ്കിലോ? മറ്റന്നാളത്തെ വണ്ടിക്ക് നോക്കാണോ മാപ്പിളെ? താൻ വ്യസനിക്കാതിരിക്കുക. താൻ ആ പാല കൊണ്ട് കൊടുക്കുക. എനിക്കിങ്ങനെ നീങ്ങി നിരങ്ങി നടക്കാൻ വയ്യ. ഞാൻ ചെന്നിട്ട് വേണം അവളെ പുറത്തഴിച്ചു കെട്ടാൻ. എന്നിട്ട് വേണം ചാളാൻ വരാൻ, വെള്ളം കൊടുക്കാൻ. അവൾ ഇനി ടൂട്ടൂറിൽ പോയോ ആവോ? എന്തൊക്കെയോ അവിടെ ചെന്നാലേ അറിയൂ. ഈ മാപ്പിള ഈ നിലയ്ക്ക് വ്യസനിച്ച് ഓടി ഓടി ചാകുകയുള്ളൂ. തമ്പ്രാനേക്കാളും വ്യസനം അന്തോണി മാപ്പിളക്കാ. എന്താ വല്യമ്മേ? നീ ആ പഠിക്കലെന്ന് ചെന്ന് നോക്കിയേ, വരണുണ്ടോന്ന്. പോയവരെയും കാണുന്നില്ല, വരാനുള്ളവരെയും കാണുന്നില്ല. വണ്ടി വരുന്ന ശബ്ദം കേട്ട് നേരെ എത്രയായി? ആരെയും കാണുന്നില്ല വല്യമ്മേ. ഏയ്, ഇന്ന് വരാണ്ടിരിക്കില്ല. ഇപ്പഴാരാ വരണം നോക്കിയ നീ? ആരുമില്ല വല്യമ്മേ, വല്യച്ഛനും ചാത്തുട്ടി മാത്രമേ ഉള്ളൂ. എന്ത് പറ്റി എന്റെ ഉണ്ണിക്ക്? മിനിഞ്ഞാന്ന് വരണമെന്നും പറഞ്ഞല്ലേ എഴുതിയിരുന്നേ? നീ ആ എഴുത്തെടുത്ത് ഒന്നുകൂടെ വായിച്ചേ. മോള് വായിക്കേ. പ്രിയപ്പെട്ട അച്ഛനും അമ്മയ്ക്കും, അച്ഛൻ അയച്ച കത്ത് കിട്ടി. അച്ഛനും അമ്മയ്ക്കും വിശേഷമൊന്നുമില്ലെന്നറിഞ്ഞതിൽ സന്തോഷിക്കുന്നു. എനിക്ക് ലീവ് അനുവദിച്ചു കിട്ടി. ഞാൻ 11-ാം തീയതി ഇവിടെ നിന്ന് പുറപ്പെടും. 13-ാം തീയതി അവിടെ എത്തും. 13-ാം തീയതി തന്നെ അല്ലേ എഴുതിയേർക്കണേ? അതെ, സംശയമില്ല, 13-ാം തീയതി തന്നെയാ. ഞാൻ എല്ലാ എഴുത്തിലും പ്രത്യേകം ചോദിക്കാറുണ്ട് എന്താ കൊണ്ടുവരേണ്ടതെന്ന്. ഒന്നും കൊണ്ടുവരണ്ട, നിന്നെ ഒന്ന് കണ്ടാ മതിയായിരുന്നു. നിങ്ങൾ അക്കാര്യം മാത്രം മറുപടിയിൽ എഴുതില്ല. എനിക്കിഷ്ടമുള്ളത് ഞാൻ എന്തെങ്കിലും കൊണ്ടുവരും. ഇത്തവണ ഇവിടെ ചൂട് വളരെ കൂടുതലാണ്. വെള്ളത്തിനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. വെള്ളത്തിന് ബുദ്ധിമുട്ടാണെന്നും പറയണു, വെള്ളപ്പൊക്കം കൊണ്ടാ വണ്ടി വരാൻ വയ്യണേന്നും പറയണു. ഇതിനിപ്പോ ഏതാ വിശ്വസിക്കുക? വല്യമ്മേ, അതിന് അവിടെയല്ല വെള്ളപ്പൊക്കം, വരണ വഴിയില്ല. എവിടെ വെള്ളപ്പൊക്കം ആയാലും എന്റെ ഉണ്ണി വന്നില്ല, അത്രയും പറഞ്ഞാ മതിയല്ലോ. ആ, നീ ബാക്കിയൂടെ വായിക്കേ. നാട്ടിൽ മഴയൊക്കെ എങ്ങനെയുണ്ട്? നമ്മുടെ കൃഷിപ്പണിയെല്ലാം കഴിഞ്ഞു. അച്ഛൻ പാടത്തും പറമ്പിലും തന്നെ ആയിട്ടാണോ കഴിയുന്നത്? ആരോഗ്യം നോക്കണം. ഇനി കുറെയൊക്കെ ചാത്തുട്ടെ പറഞ്ഞയച്ച് ചെയ്യിച്ചാൽ മതി. അമ്മ മരുന്നും ലേഹ്യവും മുടക്കരുത്. മറ്റു വിശേഷങ്ങളൊന്നുമില്ല. എനിക്ക് സുഖം തന്നെ. എന്ന സ്വന്തം മകൻ ഉണ്ണി. ആ എഴുത്തവണെ കൊണ്ടുപോയി വേണേ. ഇനി നാളെ കാലത്ത് എടുത്താൽ മതി.
നിങ്ങൾ അവിടെ ചെന്നിട്ട് നല്ലോണം നോക്കിയോ? പിന്നെ ഉണ്ണിയോടെ പരന്ന് കിടക്കല്ലേ തപ്പി നോക്കാൻ. നിങ്ങൾക്ക് വേറെ ജോലിയില്ലടോ അമ്മേ. ആ അടുക്കള ചെന്ന് നേരത്തെ കാലത്ത് വല്ലതും കാലാക്കാൻ നോക്ക്. ഉണ്ണി വരുമ്പോ വരും. 3 ദിവസമായിട്ട് നിങ്ങൾക്ക് ഒരു വേവലാതി ഇല്ലല്ലോ. എന്നാ ഞാൻ ആ അന്തോയുടെ വാരി വ്യസനിച്ചോണ്ട് നാട് മുഴുവൻ ഓടി നടക്കാം. ചെക്കൻ എഴുതിക്കണു വയസ്സും പ്രായമായില്ലേ വീട്ടിലടങ്ങി ഒതുങ്ങി ഇരുന്നൂടെ എന്ന്. അതെങ്ങനെയാ? ഈ അമ്മ ചൊറിഞ്ഞോണ്ട് പിന്നാലെ നടക്കല്ലേ? ഇനി കുറെയൊക്കെ ചാത്തുട്ടിയെ പറഞ്ഞയച്ച് ചെയ്യിച്ചാ മതി. ചാത്തുട്ടിയുടെ കാര്യം വരെ ഓർമ്മയുണ്ട്. എന്നാലും എന്നെ കുറിച്ച് ഒരക്ഷരം കൂടി എഴുതിയിട്ടില്ല. അയ്യോ, ഞാൻ എന്തൊരു പൊട്ടിയ. എന്നെ കണ്ടിട്ടും കൂടിയില്ല. പിന്നെങ്ങനെ അന്വേഷിക്കുക അല്ലേ? കൗസല്യേ, ഇന്നും വന്നില്ല കേട്ടോ. നാളെ വരുന്നപ്പോ എന്താ ഉറപ്പ്? വല്യച്ഛനും വല്യമ്മയും ഇന്ന് ഇത് പറഞ്ഞ് ചന്തയാ. അതിന് അമ്മണിക്കുട്ടി എന്തിനായിരുന്നു പിടയ്ക്കണേ? കൗസല്യ കാണനുണ്ട്. 3-4 ദിവസമായിട്ടുള്ള കുട്ടിയുടെ ഒരു ഇളക്കം. ഓ കൗസല്യേ, ഉണ്ണിയെ ആള് വിചാരിക്കണ പോലൊന്നും അല്ല. കുട്ടിക്കാലത്ത് എന്തായിരുന്നു വികൃതിയെന്നറിയോ? ഞാൻ കുറെ കണ്ടതാ. ഇനി ഇപ്പൊ വലുതാവുമ്പോ അതൊക്കെ കുറയോ? സൂക്ഷിച്ചും കണ്ടുമൊക്കെ നിന്നോ. ഈ പരുവത്തിലുള്ള നിന്നെയൊക്കെ കണ്ടാൽ. അയ്യോ, ഈ കൗസല്യ എന്തൊക്കെ വൃത്തിയേടായി പറയണേ. പറയുമ്പോഴാ വൃത്തിയേട്. കേൾക്കാൻ കൊതിയുണ്ടല്ലേ? ദേ, എന്റെ അടുത്തെങ്ങാനും വേഷം കെട്ട് കാണിച്ചാണ്ടല്ലോ ഞാൻ ഇടിക്കും. ആ അയ്യോ, ഞാൻ വെറുതെ പറഞ്ഞല്ലേ. ഇടിക്കില്ല കേട്ടോ. ഒന്ന് ചിരിച്ചേ. അയ്യോ, എനിക്കെന്താ പറ്റി? എനിക്ക് ഭ്രാന്താണെന്നാ തോന്നണേ. എന്താ പറഞ്ഞേ? ഒന്നുമില്ല. ഉറക്കം പറയൂ കുട്ടി. ഒന്നും പറഞ്ഞില്ല. ഒന്നും പറഞ്ഞില്ലാന്ന്. ഓ, അവളൊന്നും പറഞ്ഞില്ല അത്രേ. ഞാൻ ഏതാണ്ടൊക്കെ കേൾക്കുകയും ചെയ്തു. ഒരുപക്ഷെ ഞാൻ തന്നെ ആവും പറഞ്ഞിട്ടുണ്ടാവുക. എന്ത് കഷ്ടാവ്. ഉണ്ണി വന്നാ? ഇല്ല. അതിന് ഇത്ര ഗൗരവപ്പെണ്ണ എന്തിനാ മോളെ? വിവരം പറഞ്ഞാ പോരെ? ആ, തൊഴുത്തില് ചാണമാരി ഉണ്ടോ? ഇല്ലെങ്കിൽ ചാണം വരാൻ പറ. കൗസു, ചാണം വരാൻ പറ. കൗസു, ഇങ്ങനെയൊക്കെ ആയാൽ മതിയോ? നമുക്കൊന്നും സുഖമുണ്ടേ. എനിക്കിപ്പോ സുഖത്തിന് കുറവൊന്നുമില്ല. എനിക്കും കൂടി സുഖമുണ്ട് കൗസു. ഞാനിപ്പോ പോവും. ഇവിടെ വെച്ചുള്ള മേത്തോട്ടുള്ള കളിയെ വല്ലവരും കാണും. അതിന് ഞാനും പറയണേ. ഇന്ന് വൈകുന്നേരം ഞാൻ അങ്ങോട്ട് വരാം. അയ്യോ, ഇന്നൊന്നും വേണ്ട. പിന്നെ എന്നാ? എത്ര ദിവസമായി നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് കളിപ്പിക്കണേ? തനിക്ക് പ്രാന്ത് പിടിച്ചു തുടങ്ങി. കൗസല്യേ, എന്താ കൗസലിക്ക് എടുത്തു വെച്ചേക്കണേ? വല്യമ്മ വിളിക്കണു. ഇവിടെ ചാണൊന്നും വരണ്ടേ? ചാണം വാരിയിട്ട് വരാൻ പറഞ്ഞു. ഇവിടെ ആള് ശരിയല്ല. ഒരു പൊളച്ചിലൊക്കെ കൂടിയുണ്ട്. എന്റെ അടുത്ത് കളിക്കണ പോലെ ആ കുട്ടി എടുത്ത് കളിച്ചാലേ. പിന്നെ ഞാനൊക്കെ തൊടുമ്പോഴല്ലേ ഈ ചവിട്ടും തൊഴിയും. എവിടെങ്കിലും ചെന്ന് പെടും. ഉണ്ണല്ലേ വരണേ? എന്തിനാ വെറുതെ ഈ കിട്ടാക്കൊതി? അപ്പൊ നമ്മുടെ കാര്യം രക്ഷയില്ല അല്ലേ? കുട്ടി ചാണാമല്ല കഴിഞ്ഞോ? എന്താ തനിക്ക് തിന്നണോ? മാറിക്ക പൈസ. എന്തോരം കാര്യങ്ങൾ ആൾക്കാർക്ക് അറിയണ്ടേ? ആ വ്യസനത്തിന്റെ തെങ്ങമ്മ കയറി എന്നുള്ള അവന്റെ സിനിമ കാണല് നിർത്ത ഞാൻ.
അന്തോണിച്ചേട്ടനി കഷ്ടപ്പെടേണ്ട വല്ല കാര്യമുണ്ടോ? ഇതൊക്കെ ലില്ലിക്കുട്ടിയോട് ചെയ്യാൻ പറയണം. പിള്ളേരെ എന്തെങ്കിലും പണിയെടുത്ത് പഠിപ്പിച്ചില്ലെങ്കിലേ ചീത്തയായി പോയി. സ്നേഹമുള്ളതുകൊണ്ട് പറയാട്ടോ. ഇതൊക്കെ ഇപ്പോ എനിക്ക് ചെയ്യാവുന്ന പണികളേ ഉള്ളൂ. അന്തോണിച്ചേട്ടന് ഈ ബുദ്ധിമുട്ട് വേണ്ടല്ലോ എന്ന് കരുതിയ ലില്ലിക്കുട്ടിയുള്ള നേരം നോക്കി ഞാനിവിടെ കറക്കാൻ വരണത്. ചാണകം വാരാനും പിടിക്കാനും ഒരാളുണ്ടാവുമല്ലോ. ലില്ലിക്കുട്ടി വരണമെന്ന് നീ നോക്കണ്ട. നിനക്ക് കുറച്ചുകൂടി നേരത്തെ വന്ന് കറന്നു വന്നൂടെ? ചേട്ടനോടൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നാളായി. ആ പുഷ്പാങ്കനം ചെത്താൻ വരണത് എപ്പോഴാണെന്ന് നോക്കിയിട്ടുണ്ടോ? ലില്ലിക്കുട്ടി കുളിക്കാൻ കയറുമ്പോ അവൻ തെങ്ങുമ്പോ കയറും. നമ്മൾ ഈ ക്രിസ്ത്യാനികളുടെ ഇടയിലേ അവന്മാര് കിടന്ന് കളിക്കാന്ന് പറയണതേ എനിക്ക് ഇത്തിരി വിഷമമുണ്ട്. എടാ പശു ചൊര വലിക്കണം, നീ കറന്നേ. അല്ലെങ്കിൽ ഈ മാപ്പിളക്ക് നല്ലത് പറഞ്ഞാൽ മനസ്സിലാവില്ലെന്നേ. ചാണമാര് ചാണമാര് ചാണമാര്. ചാണകമൊക്കെ ഞാൻ മാറുന്നുണ്ട്, നീ ഇങ്ങോട്ട് പോന്നാ മതി. ഈ മാപ്പിള തൊഴുത്തി കിടന്ന് ചാവുള്ളൂ തോന്നണേ. ലില്ലിക്കുട്ടി എന്താ? അല്ല, തുപ്പല് തൊട്ട് അകറ്റി പിടിക്കാൻ പറ്റില്ലല്ലോ. ഇത്തിരി വെണ്ണയോ എണ്ണയോ വെളിച്ചെണ്ണയോ എന്തെങ്കിലും ഒന്ന് കൊണ്ട് താ. വെണ്ണ ഞാൻ ആ കപ്പുമ്മ വെച്ചിരുന്നല്ലോ. പിന്നെ എവിടെ? ഞാൻ എടുത്ത് തിന്നാ. ഇത്തിരി വെണ്ണ എടുത്തിട്ട് അടി. ആ കപ്പിങ് തന്നെ. വേണ്ട വേണ്ട, കൈ തന്നാ മതി. അങ്ങനെ കുറച്ചും കൂടി ഉണ്ട്, കുറച്ചും കൂടി ഉണ്ട്. ഇനി മോളങ്ങ് നോക്കിക്കോ. നീ എവിടെ എന്തെടുക്ക? ഞാനിവിടെ കമന്ന് കിടക്ക. എന്തൊരു കഷ്ടമാണെന്ന് നോക്കിയേ. ഇതിപ്പോ പശു ഏതാ ആളേതാണെന്ന് തിരിച്ചറിയില്ലല്ലോ. അന്തോണിച്ചേട്ടനൊന്ന് മാറി നിൽക്കാൻ ഞാനൊന്ന് കറക്കട്ടെ. അല്ല ലില്ലിക്കുട്ടി, നീ ഒന്ന് പോയി കുളിച്ചേ. ആ ഒന്ന് പോയി കുളിച്ചേ. അപ്പനെന്താ ഇത്ര ധൃതി ഞാൻ പോയി കുളിക്കാൻ? നീ ഒന്ന് പോയി കുളിക്കാൻ.